സാഗരത്തിൻ്റെ ശ്യാമനിപാതങ്ങളിൽ, ഈ സാഗരത്തിൻ്റെ സംഘവ്യാപനങ്ങളിൽ ഞാൻ ഇവിടെയാണ്. ആടിയുലഞ്ഞ് കുതിർച്ച് തളർന്ന് ആടിക്കിതച്ച് അറിവിൻ്റെ തീരത്തണയുന്ന ഈ തോണിയിൽ. ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. യാഗത്തിൻ്റെ കള്ളിമുൾക്കാടുകൾ പോയ ദിവസം അഡ്വക്കേറ്റ് മിനു മാത്യൂസിന് വഴിമാറിക്കൊടുത്തു. ഇന്ന് മിനു യജ്ഞത്തിലേക്ക് എത്തും. ഒരു പുരുഷനാണോ? അതെ. ഇന്ത്യൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ലീഗൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? അല്ല. അല്ല. രാഷ്ട്രീയം, കല, സാഹിത്യം? അതെ. രാഷ്ട്രീയം? അതെ. ഏഷ്യൻ ഭൂഖണ്ഡം? അതെ. സാർക്ക് രാജ്യങ്ങളിൽ ഒന്നാണോ? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ? അല്ല. അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെന്നല്ലേ പറഞ്ഞു? ഇല്ല. 1980 ശേഷമാണോ മരിച്ചത്? അതെ. സാധാരണഗതിയിൽ മരിച്ചു. അതെ. കമ്പ്യൂട്ടറുകളിൽ രേഖപ്പെടുത്തില്ല. ചരിത്രം രേഖപ്പെടുത്തുന്നത് ചരിത്രകാരന്മാരുടെ അന്വേഷണ ത്വരയിലൂടെയാണ്, അവരുടെ പുസ്തകങ്ങളിലൂടെയാണ്. ആധുനിക മലേഷ്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുങ്കു അബ്ദുറഹ്മാൻ നമ്മുടെ ഉത്തര മലബാറിൽ നിന്നും പലായനം ചെയ്യപ്പെട്ട പഴയൊരു വംശാവലിയിൽ നിന്നാണ് പിറന്നത്. ആണോ? തുങ്കു അബ്ദുറഹ്മാൻ ആണോ? നല്ല സെലക്ഷൻ. തുങ്കു അബ്ദുൾ റഹ്മാൻ മലേഷ്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. തുങ്കു അബ്ദുൾ റഹ്മാൻ 1903 ഫെബ്രുവരി 8 കെഡാ സുൽത്താനായ അബ്ദുൾ ഹമീദ് ഹലിം ഷായുടെ 7ാമത്തെ പുത്രനായി ജനിച്ചു. തുങ്കു എന്നത് മരമാണ് ഇടുക്കിക്കാരന് കിട്ടിയ വിഷയം അല്ലേ? ശരി. കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് റബ്ബർ മരമാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. താങ്കൾ പറഞ്ഞ ഉത്തരവും ശരിയാണ്. താങ്കൾക്ക് 1000 രൂപയുടെ സമ്മാനം മെറിയൽ ടെസ്റ്റിൽ ലഭിക്കും. താങ്ക് യു. അടുത്ത റൗണ്ടിലേക്ക് വരാം. സ്മാരകങ്ങൾ. രാജ്ഘട്ട്? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ജീവിച്ചിരിപ്പുണ്ട്. രാഷ്ട്രീയം, കലാ, സാഹിത്യം? അല്ല. അല്ല. മതപരമാത്മീയം, സാമൂഹ്യ പ്രവർത്തനം? അല്ല. 50 വയസ്സ് കഴിഞ്ഞു? കഴിഞ്ഞു. ഇന്ത്യൻ? അല്ല. സ്പോർട്സ്, സയൻസ്, സ്പേസ്, ഉദ്യോഗം, ബിസിനസ്? അതെ. സ്പോർട്സ്? അതെ. സൗത്ത് ഇന്ത്യൻ? അല്ല. ഇതൊരിക്കലും ഒരു മത്സരമല്ല. കാരണം ഇവിടെ ആരും ജയിക്കുന്നില്ല, ആരും തോൽക്കുന്നില്ല. ഷെയറിംഗ് ഓഫ് നോളജ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഞാനിവിടെ വന്നിരിക്കുന്നതും അതിന് തന്നെയാണ്. എൻ്റെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് എന്നെ സ്വയം ബോധ്യപ്പെടുത്താനും കൂടുതൽ അറിവ് ആർജിക്കാനും. That was Vijin. Hi Vijin, welcome to the show. Hi sir. ആശംസകൾ. താങ്ക്സ്. നല്ല കുപ്പായം. ആ ബൗളിൽ നിന്നൊരു വിഷയം തിരഞ്ഞെടുത്തു. ഹൃദയമുരളിയിലൊഴുകിവാ നല്ല പാട്ടല്ലേ? പാടാൻ തോന്നുന്ന പാട്ട്. ഈ പാട്ട് എഴുതിയത് ആരാണ്? ശ്രീകുമാരൻ. ഈ പാട്ട് എഴുതിയ ആൾ മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു വേറൊരു വിഷയം എടുക്കുമ്പോൾ എനിക്ക് 2 ചോദ്യം ബോണസായി ലഭിക്കേണ്ടി വരും. എന്നാ പിന്നെ ആളെ മാറ്റാം. ശരി സർ, ഇക്കുറി വിജയൻ വിചാരിച്ച പേര് അപ്രൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് യുവർ കമ്പ്യൂട്ടർ ഈസ് റെഡി ടു ഹെൽപ്പ് ഹിം. റെഡിയാണ്. താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ് വിജയൻ. ഇരിക്കൂ. സോ വിജയൻ, കോഴിക്കോട്. അതെ സർ. കോഴിക്കോട് എവിടെ? കോഴിക്കോട് കക്കട്ടിൽ സർ. അക്ബർ കക്കട്ടിലിന്റെ നാട്ടിൽ. സർ ചോദ്യം ഒന്നുകൂടി പറയാം. ഞാൻ ആ മത്സരം ഉപേക്ഷിക്കുന്നു. താങ്കൾ വിജയിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. കാരണം
ജൂറിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഇടപെടൽ മത്സരാർത്ഥിക്കെതിരെയുള്ള എൻ്റെ ചിന്തയെ കൃത്യമായി വഴിതെളിക്കുന്ന ഒന്നായി മാറി എന്ന് പ്രേക്ഷകരോടൊപ്പം എനിക്കും ഒരു സംശയം തോന്നാം. എന്നുള്ളതുകൊണ്ട് മത്സരത്തിൻ്റെ നീതിയുക്തി ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ആ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഭംഗി. അത് കുറേ ചോദ്യങ്ങൾ വിജിൻ, ഈ സംഭവത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കോൺഫിഡൻ്റ് ആണോ? അതെ. ആണ്. ക്രോണോളജിക്കലി യെസ്. ഇതിൻ്റെ കാലവും സ്ഥലവുമെല്ലാം വിജിൻ കോൺഫിഡൻ്റ് ആണ്. എക്സാക്റ്റ് ഇയർ അറിയില്ല, പക്ഷേ ഏതാണ്ടൊരു ഡ്യൂറേഷൻ അറിയാം. ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലൊന്ന് വിചാരിച്ചാൽ ആ വിചാരിച്ചതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ വേണ്ടേ? എന്തായാലും ഒരവസരം കൂടി വിജിന് തരികയാണ്. ആദ്യത്തെ റൗണ്ടിലും ഇതാണ് സംഭവിച്ചത്. വിജിൻ വിചാരിച്ചതിനെക്കുറിച്ച് വിജിനൊരു ധാരണയില്ലായിരുന്നു. രണ്ടാം റൗണ്ടിലും സംഭവം ഏകദേശം ഇതുപോലെയാണ് വരുന്നത്. ഓക്കെ, ശരി വിജിൻ, നമുക്ക് നോക്കാം. അദ്ദേഹം ചോദിക്കാതെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മുന്നോട്ട് പോകാണല്ലോ ചെയ്യുന്നത്. ലൈഫ് ലൈൻ ചോദിക്കാതെ അദ്ദേഹം അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ പിന്നെ എങ്ങനെ മുന്നോട്ട് പോകുന്നത്? ഡിസ്ക്വാളിഫിക്കേഷൻ ഒഴിവാക്കാനാണ് ലൈഫ് ലൈനുകളുടെ എണ്ണം കൂട്ടിയിട്ടുള്ളത്. ലൈഫ് ലൈൻ ചോദിച്ചില്ല, പക്ഷേ ചോദിച്ചില്ല. സോ വാട്ട് വാസ് ദ ഡിസിഷൻ? ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടി വരും. ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടി വരും. ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പോലെ നിങ്ങളുടെ ഇടയിൽ കയറിയിട്ട് അത് തെറ്റാണ് ഇത് തെറ്റാണെന്ന് പറയലല്ലോ ജൂറി ചെയ്യേണ്ടത്. മനസ്സിലാക്കിയിരിക്കുക, അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക, അങ്ങനെ ആ പ്രേക്ഷകരിലേക്ക് കൂടി ഇത്രയോ ആൾക്കാർക്ക് കൂടി പ്രയോജനകരമാവുന്ന വിധത്തിൽ അത് പറയണം. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ചോദിച്ചു എന്നിരിക്കും, എന്താണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായിട്ട് വിശദീകരിക്കട്ടെ. അപ്പോൾ എന്തായിരുന്നു ആ സംഭവം, എനിക്ക് അറിയില്ല എന്ന് ഗ്രാൻഡ് മാസ്റ്റർ പറയാമെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പറയണം. ഇന്ന കാലത്ത് ഇന്ന സംഭവത്തിൽ ഇന്നത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിശ്ചയില്ലെങ്കിലും ഇതിൽ ജയിച്ചിട്ട് ഇപ്പോൾ എന്താ കാര്യം? അപ്പോഴും തെറ്റല്ലേ പറയാം. ഇതിൽ ജയിച്ചാലും തെറ്റല്ലേ പറയാം. അപ്പോൾ അത്രയും അത്. നിങ്ങളുടെ ഉത്തരങ്ങൾ 7025125598 എന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ SMS അയച്ചു തുടങ്ങുക. അയക്കേണ്ട ഫോമാറ്റ് ASM സ്പേസ് ആൻസർ സ്പേസ് നെയിം. ഉത്തരങ്ങൾ ashwamedham@kairalitv.in എന്ന മെയിൽ ഐഡിയിലേക്ക് ഇമെയിലായും അയക്കാവുന്നതാണ്. വിജിന് ദൗർഭാഗ്യകരമായി മത്സരത്തിൽ നിന്ന് പുറത്താകേണ്ടി വരുന്നു. കൈനിറയെ സമ്മാനങ്ങളുണ്ട് ഒക്കെ തന്നെ. ഇത് എല്ലാ മത്സരാർത്ഥികളോടും എല്ലാ പ്രേക്ഷകരോടും കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ്.